ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അല്ല എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 97-ലായിരുന്നു കല്യാണം. അപ്പം ആ സമയത്ത് നടന്ന സംഭവമാണിത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ന് കുറച്ച് ബാധ്യതകളും ബുദ്ധിമുട്ടുകളായിരുന്നു കല്യാണം കഴിഞ്ഞിടക്ക്. അപ്പം തന്നെ ഗർഭിണിയുമായി. അപ്പോൾ ആകെ ബുദ്ധിമുട്ടായപ്പോൾ ഗുരുവായൂർ കല്യാണം കഴിഞ്ഞ് ചെല്ലണമെന്ന് നേർച്ചയുണ്ടായിരുന്നു. അപ്പം ഈ ബുദ്ധിമുട്ട് വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ്, പുള്ളിയുടെ അടുത്ത് പൈസ ഒന്നും ഉണ്ടായില്ല, അമ്മ തന്നെ പൈസ കൊടുത്ത് തന്നിട്ട് പറഞ്ഞു ഗുരുവായൂർ രണ്ടുപേരും കൂടി പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പം രണ്ടുപേരും കൂടി ഗുരുവായൂർ വന്ന് തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പം ഞാൻ പുള്ളിനോട് പറഞ്ഞു എനിക്ക് ആ ഫോട്ടോ എനിക്ക് വാങ്ങിച്ചു തരുമോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഇനി നമുക്ക് വീട്ടിലെത്താനുള്ള പൈസയേ ഉള്ളൂ, ഞാൻ അത് ഇനി വരുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. നല്ല ഭംഗിയുള്ളൊരു ഉണ്ണിക്കണ്ണനായിരുന്നു. അപ്പം എനിക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞ് എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഇനി വരുമ്പോൾ വാങ്ങിക്കാം, നമുക്ക് ഇപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ ചെന്ന്, എൻ്റെ വീട്ടിലേക്ക് ചെന്ന് അത് കഴിഞ്ഞ് പുള്ളിയുടെ വീട്ടിലോട്ട്. അപ്പം ഞങ്ങളുടെ ഒരു റൂം കയറി ചെല്ലോടെ തന്നെ ഞങ്ങളുടെ റൂം ആ പുള്ളി ഹസ്ബൻഡിൻ്റെ വീട്ടിലെ. അപ്പം അവിടെ കയറി അകത്തോട്ട് കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതപ്പെട്ടെന്ന് വെച്ചാൽ നല്ലൊരു ഏറ്റവും എന്ത് ഭംഗിയുള്ളൊരു ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ, ഒരു ഫോട്ടോ അല്ല ഒരു കലണ്ടർ അവിടെ ഞങ്ങളുടെ റൂമിൽ ഇട്ടേക്കണ്. അനിയൻ ഏതോ ഒരു കടയിൽ നിന്ന് കിട്ടിയിട്ട് ആ ഉണ്ണിക്കണ്ണൻ്റെ കലണ്ടർ ഞങ്ങളുടെ റൂമിൽ തന്നെ കൊണ്ടുപോയി വെച്ചേക്കണ്. അങ്ങനെ അതൊരു അത്ഭുതമാണ്. എനിക്കത് അന്ന് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഉണ്ണിക്കണ്ണൻ അവിടെ എനിക്ക് എത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു അനുഭവം. അപ്പം അത് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നവരെയും ആ റൂമിൽ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ചെന്നപ്പോൾ പിന്നെ കണ്ടില്ല, അവർ കളഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ അതൊരു വലിയൊരു അനുഭവം ഞാൻ എല്ലാവരോടും പറയാറുണ്ടത്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഈ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെക്കണ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം, അതറിയിക്കണമെന്ന് തോന്നി. പിന്നെ അനുഭവങ്ങളുണ്ട്. അപ്പം ഇതാണ് എൻ്റെ അനുഭവം.